ഇങ്ങോട്ട് വെച്ചിരിക്കും. ഇത് ഞങ്ങളുടെ വിഷുവിൻ്റെ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ മടി കാരണവും പിന്നെ എക്സാമുകളൊക്കെ കാരണവും ഞാനിങ്ങനെ എടുത്ത് വെച്ച് ഇത്രയും നാളായിട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ 3 പേരും കൂടെ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോയ വീഡിയോ ആയിരുന്നു വിഷുവിൻ്റെ തലേ ദിവസത്തെ. അങ്ങനെ പച്ചക്കറികൾ വാങ്ങാൻ പോയെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല കേട്ടോ. പിറ്റേ ദിവസം വിഷുവിന് എന്തായാലും ഒരു നോൺ വെജ് അവിടെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആരും അങ്ങനെ അധികം പച്ചക്കറി കഴിക്കാത്തവരാണ്. ഇഷ്ടം നോൺ വെജൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുമ്പോൾ തന്നെയാണ് ഈ പ്രാവശ്യം പിടിച്ചേക്കുന്നത്. കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ലൂയിക്കുട്ടന് കുഞ്ഞൊരു മിഠായി വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഇതിനെ മിഠായി എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആൾ കുറേ നേരം അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടു നടന്നു. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ തന്നെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളയുകയും ചെയ്തു കേട്ടോ. ഇതെല്ലാം അവൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എല്ലാം അവനാണല്ലോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ലൂയിക്കുട്ടൻ പടക്കം പൊട്ടിക്കാൻ പോകാമെന്നും പറഞ്ഞിട്ട് കുറേ നേരം എല്ലാവരെയും വിളിച്ച് നടന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് പടക്കം പൊട്ടിക്കാൻ പോവുകയാണ്. ലൂയിക്ക് പടക്കം അത്യാവശ്യം പേടിയുണ്ട് കേട്ടോ. ഇങ്ങനെ പൊട്ടുന്നൊക്കെ കാണുമ്പോൾ ചെറിയൊരു പേടി അവനുണ്ട്. പിന്നെ തീ ഓൾറെഡി നമ്മൾ പേടിപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എന്നാലും ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഭയങ്കരമായിട്ട് പുകയൊക്കെ വന്നപ്പോൾ ഞാൻ തന്നെ അവനെ കുറേയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പടക്കം പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ പൂത്തിരി കത്തിക്കുമ്പോൾ അവൻ തന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കും കേട്ടോ. അവനും കൂടെ കത്തിക്കുകയാണെന്നുള്ളൊരു രീതിയിൽ അവനും കൂടി ഇൻക്ലൂഡഡ് ആണെന്നുള്ള രീതിയിൽ കാണിക്കാനൊക്കെ വേണ്ടിയിട്ട്. എന്നാലും കുഴപ്പമില്ല. വലിയ പേടിയും അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടവും ഇല്ലാതിരിക്കുന്നതൊക്കെ തന്നെയാണ് നല്ലത്. ഒരു മീഡിയം ലെവലിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് പടക്കമൊക്കെ അത്യാവശ്യം ഇവരൊക്കെ തന്നെയായിട്ട് കത്തിച്ചു കേട്ടോ. എനിക്ക് ഈ പടക്കത്തിനോട് വലിയ ക്രേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പരിപാടിക്ക് അധികം നിൽക്കാറില്ല. പിന്നെ എനിക്കിതിൻ്റെ പുകയൊക്കെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അതിനുശേഷം ഞാനും ലൂയിക്കുട്ടനും കൂടി ഇതൊക്കെ കണ്ടിരുന്നു. പിന്നെ ഞാൻ ലൂയിനെ ഉറക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൂയി പിന്നെ നാളെ 10 മണിക്കായിരിക്കും എഴുന്നേൽക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരുടെ ഒപ്പം കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പിന്നെ അവനെ കിടത്തി ഉറക്കി. പക്ഷെ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഇതൊക്കെ നന്നാക്കാനൊക്കെ ഇരുന്നു. ലൂയിക്കുട്ടൻ വാശി പിടിച്ച് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. ആവശ്യമില്ലാത്തൊരു വാശിയായതുകൊണ്ട് ഞാൻ മൈൻഡും ചെയ്തില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.